ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം, ഡെയിലി വ്ളോഗ്സ് ഇടണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കാറില്ല. മെയിനായിട്ടുള്ള കാരണം എന്താ, നമ്മുടെ ഈ കൊച്ചാണ്. കൊടുക്ക് വിട്. ഇവളുള്ളതുകൊണ്ട് എനിക്ക് വ്ളോഗ്സ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഞാൻ കാത്ത് വെച്ചേക്കെ. ഞാൻ കാത്ത് വെച്ചേക്കായിരുന്നു. പൂരം വരുന്നുണ്ട്, പൂരത്തിന് വീഡിയോ എടുക്കാന്ന്. പക്ഷെ ഇപ്പം എൻ്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലായി, അയ്യോ ഞാൻ തുമ്മി ഒരു വഴിയായിട്ടിരിക്കുകയാണ്. കാലത്തിന് നമ്മളിവിടെ കുക്കിങ് കാര്യങ്ങൾ. റാഷിൻ്റെ ആദ്യത്തെ പൂരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. എന്നാലും നമ്മൾ റിലേറ്റീവ്സിനൊക്കെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലത്തിന് കുക്കിങ് കാര്യപരിപാടികളിലേക്കൊക്കെ കടന്നുകൊണ്ട് ഭയങ്കര തുമ്മൽ പിടിച്ച്. അപ്പോൾ അതുകൊണ്ട് വയ്യാണ്ടിരിക്കുകയാണ് അല്ലേ. അത് റാഷിൻ്റെ ഫസ്റ്റ് ആനപ്പൂരം കാണാൻ പോവാണ് ഞങ്ങളിത് കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ആനപ്പൂരമൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഒരു ടാറ്റ പറയും. ടാറ്റ പറ. ഓക്കെ, ടാറ്റ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ റെഡി വരുന്നതായിരിക്കും. പൂരത്തിൻ്റെ ഫുഡൊക്കെ നമ്മൾ കാലത്ത് തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റ് കുറച്ച് പേരുണ്ട്. വേറെ ആരല്ല, തത്തേൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും മാമനൊക്കെയാണ്. അവർ വന്നപ്പോൾ ഓൾറെഡി ലേറ്റായി, 1:30. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തി. അവരുടെ ഫുഡ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് ട്രിപ്പ് നമ്മളും വേഗം കയറിയെന്ന് കഴിച്ചു. കാലത്തൊട്ടേ തിരക്കും പണിയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല അസലൊരു സദ്യയൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റ് എടുത്ത് എല്ലാവരും വർത്താനമായിരുന്നു, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ 4 മണിപ്പൂരം കാണാനായിട്ട് പോവാൻ കേട്ടോ. പൂരത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ചിറക്കെ കാളിദാസനും പുതുപ്പള്ളി കേശവനായിരുന്നു. പിന്നെ ആനപ്പൂരം കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പെരുവനം കുട്ടന്മാരാരുടെ മേളം ഉണ്ടായിരുന്നു. നൈറ്റായപ്പോൾ പിന്നെ പാപ്പന്മാരുടെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നമ്മളങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല, ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ നെക്സ്റ്റ് ഗസ്റ്റുകൾ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനാണ് കേട്ടോ. അവരെല്ലാവരും വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് മെയിൻ സംഭവത്തിൽ കിടക്കാം. കോടാലിൽ ഈ തിരക്ക് കണ്ടോ, ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഗൈസ്, അത്രയും തിരക്കാണ്. അത് വേറെ ഒന്നല്ല, നമ്മുടെ കോടാലിയിലെ സെറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഗൈസ് ഇതൊക്കെ. ഇവർ നമ്മുടെ മെയിൻ യൂട്യൂബ് ഫാൻസാണ് കേട്ടോ. പിന്നെ അത് ചേച്ചി ചേട്ടൻ അങ്ങനെ ഓരോരുത്തരും നമ്മൾ കാണുന്നു. പിന്നെ കോടലിൽ തന്നെയാണല്ലോ, നമ്മുടെ പല റിലേറ്റീവ്സിനും എല്ലാവരും നമ്മൾ കണ്ട്. ഇനി നമുക്ക് അവിടുത്തെ കലാപരിപാടികളൊക്കെ കാണാം ഗൈസ്.
ഗായ്സ് അപ്പൊ പൂരൊക്കെ കണ്ടില്ലേ, പൂരൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ മുന്നത്തെ പോലത്തെ വലിയ പരിപാടികളൊക്കെ കുറവായിരുന്നു. പിന്നെ മുഴുവനൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, നല്ല തിക്കും തിരക്കും ബഹളായിരുന്നു. അപ്പോ ഓക്കെ ബൈ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.